അൻവർ വിവാദം കത്തി നിൽക്കുമ്പോൾ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വീകരിച്ച ഇരട്ടത്താപ്പാണ് ഇപ്പോഴത്തെ വാർത്തയുടെ ആധാരം. വാർത്ത ഒരേ സമയം UDF-നും കോൺഗ്രസിനും വെല്ലുവിളിയാണ്. എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വീകരിച്ചിരുന്ന പല പുകമറകളും ഇതോടെ വെളിച്ചത്ത് വരികയാണ്. CPM-മായി സഹകരിക്കാനുള്ള സന്നദ്ധത ചില മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നുവെന്ന വിവാദ വെളിപ്പെടുത്തലുമായി CPM പാർട്ടി രേഖ പുറത്തുവന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തി പാർട്ടി ഏറ്റെടുക്കേണ്ടതും തിരുത്തേണ്ടതുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന രേഖയിലാണ് ഇത്. ഏക സിവിൽ കോഡ്, പലസ്തീൻ ഐക്യദാർഢ്യം എന്നിവയിൽ CPM നടത്തിയ പരിപാടികളിൽ ലീഗിനെ ക്ഷണിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ലീഗിനെ മതേതര പാർട്ടിയാക്കാനുള്ള CPM നേതാക്കളുടെ പ്രസ്താവനയും ഈ ഘട്ടത്തിൽ ഉണ്ടായി. ലീഗ് LDF-നോട് അടുക്കുമെന്ന ചർച്ചകൾക്കും ഇത് വഴിവെച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലും ലീഗിലെ ഒരു വിഭാഗം നേതാക്കളുടെ എതിർപ്പുമാണ് സഹകരണത്തിന് തടസ്സമായിരുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇത് ശരിവെക്കുന്ന വെളിപ്പെടുത്തലാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പാർട്ടി രേഖയിലുള്ളത്. മുസ്ലിം വിഭാഗത്തിലെ മതേതര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളുമായി CPM പുലർത്തിയ ബന്ധം ആ വിഭാഗത്തിനുള്ളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞെന്ന് വിശദീകരിക്കുന്നിടത്താണ് ലീഗ് നേതാക്കളുടെ സഹകരണ മനസ്സ് വെളിപ്പെടുത്തിയത്. പാർട്ടിക്കുള്ളിൽ മാത്രം ലഭ്യമാകുന്ന രേഖയുമാണിത്. മുസ്ലിം വിഭാഗങ്ങളിൽ പൊതുവിലുണ്ടായിട്ടുള്ള ഈ മാറ്റം ലീഗ് അണികളെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മളുമായി സഹകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ ഉൾപ്പെട്ട ലീഗ് നേതാക്കൾ സ്വീകരിച്ചത് നാം നേടിയ ഈ അംഗീകാരത്തിന്റെ ഫലമാണ് എന്ന് രേഖയിൽ വ്യക്തമായി പറയുകയാണ്. എന്നാൽ ആരോട് നടത്തിയ സംഭാഷണമാണ് ഇതെന്ന് രേഖയിലില്ല. ഈ അംഗീകാരം ശക്തിപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ തീവ്ര വിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ സംവിധാനവും അവർക്കായി പലയിടത്തും പ്രവർത്തിക്കുകയും ചെയ്തു. മുസ്ലിം ജനവിഭാഗത്തിലെ സ്ത്രീകൾ നമുക്കെതിരായി പ്രവർത്തിക്കുന്നതിന് ഇടപെട്ടെന്നും ജമാഅത്തെ ഇസ്ലാമിയെയാണെന്നും ഈ രേഖയിൽ പറയുന്നുണ്ട്. കണ്ണൂരിൽ CPM നടത്തിയ MV രാഘവൻ അനുസ്മരണത്തിലും ലീഗ് നേതാക്കൾക്ക് ക്ഷണമുണ്ടായിരുന്നു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് സ്ഥാനവും CPM ലീഗിന് നൽകി. CPM കോഴിക്കോട് നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ലീഗിനെ ക്ഷണിച്ചാൽ പങ്കെടുക്കാമെന്ന് ET മുഹമ്മദ് ബഷീർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ക്ഷണം നിരസിക്കാൻ ലീഗിന് പ്രത്യേകം യോഗം വിളിച്ച് ചർച്ച നടത്തി സമവായമുണ്ടാക്കേണ്ടിയും വന്നിരുന്നു. എന്തു തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം പല കഥകളും പുറത്തു വരികയാണ്. ഈ സാഹചര്യത്തിൽ അൻവർ പറഞ്ഞിരുന്ന ചില വാക്കുകൾക്കും ഏറെ പ്രസക്തി കൂടി വരികയാണ്. എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ലീഗ് തീർത്തും UDF പക്ഷത്ത് മാത്രമാണ് നിലകൊണ്ടിരുന്നത്. CPM-മായി യാതൊരു തരത്തിലുള്ള നൂൽബന്ധം പോലും ഇല്ല എന്ന് ലീഗ് ഉറപ്പിച്ചു പറയുന്ന സ്ഥിതിയുമായിരുന്നു. മാത്രമല്ല, സമസ്തയ്ക്ക് CPM-നോടുണ്ടായിരുന്ന ചായ്വിനെ ലീഗ് നിശ്ചിതമായി എതിർക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സമസ്ത ലീഗ് പോര് രൂക്ഷമാവുകയും സമസ്ത ലീഗിൽ നിന്നും വിട്ടുപോകുന്നു എന്ന വാർത്തകൾ വരികയും സമസ്ത CPM-നോടൊപ്പം ചേരുന്നു എന്ന വാദമെല്ലാം തന്നെ പ്രസക്തമാവുകയാണ് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ലീഗ് പ്രത്യക്ഷത്തിൽ സ്വീകരിച്ച നടപടി അത് തീർത്തും CPM വിരുദ്ധം തന്നെയായിരുന്നു. CPM-ന് എതിരെയായിരുന്നു സമസ്തയെ ചേർത്ത് പിടിക്കാനുള്ള നീക്കവും ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏകദേശം സമസ്ത ലീഗ് പോര് മാസങ്ങളോളം നീണ്ടു നിന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് മുന്നോടിയായി നടന്ന ലീഗ് സമസ്ത വിഷയം പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷവും നിലനിന്നിരുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും സമസ്തയോടുള്ള ലീഗിന്റെ പരിഭവം ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ പിന്നീട് സമസ്ത തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ട് ലീഗിനോട് ചേരുന്ന സാഹചര്യമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള രേഖകൾ പുറത്തു വരുമ്പോൾ ലീഗിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പ്രകടമാകുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള അഴിച്ചുപണികളെല്ലാം നടക്കുന്ന സാഹചര്യമാണ്. വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. സമവാക്യങ്ങളെല്ലാം തന്നെ തിരുത്തപ്പെടുകയുമാണ്. പ്രത്യേകിച്ചും PV അൻവർ വിവാദം ഇത്ര കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ അത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും CPM-നെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ, അഥവാ ഇടതുമുന്നണിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ, ഇടതുമുന്നണിയിൽ ഘടകകക്ഷികളെല്ലാം തന്നെ വളരെ അസ്വസ്ഥരാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ അതേസമയം തന്നെ UDF-ലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ UDF-ൽ പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങളൊന്നും തന്നെ പ്രകടമല്ല എങ്കിൽ പോലും കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള പോർവിളികളെല്ലാം തന്നെ ശക്തമായി തുടരുന്നുണ്ട് എന്നത് തെരഞ്ഞെടുപ്പ് അനന്തര കാലമെല്ലാം തന്നെ കാണിച്ചു തരുന്നുമുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വസ്തുത. PV അൻവർ വലിയ തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ആദ്യമേ തന്നെ PV അൻവറിന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചിരുന്നു. എന്നാൽ അതേസമയം തന്നെ ലീഗിന്റെ ഭാഗത്തു നിന്നും നേരിയ തോതിലെങ്കിലും ക്ഷണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും PV അൻവർ ഇനി ലീഗിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലും സംശയിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അഥവാ UDF-നെ സംബന്ധിച്ച് PV അൻവർ സ്വാഭാവികമായും ലീഗിലേക്ക് ചേക്കേറുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ഗുണം ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും സാധിക്കും. എന്നാൽ അതേസമയം തന്നെ PV അൻവർ യഥാർത്ഥത്തിൽ UDF-ന് നേട്ടമുണ്ടാവുകയും ചെയ്യും. ഇത്തരമൊരു വിശകലനങ്ങൾക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങിയിരുന്ന സാഹചര്യത്തിലും ലീഗിന്റെ മൗനവും ലീഗിന്റെ ക്ഷണമെല്ലാം തന്നെ അവിടെ ഏറെ പ്രസക്തമായിരുന്നു. പക്ഷേ ലീഗും CPM-ഉം തമ്മിൽ ഇത്തരമൊരു
അന്തർധാര ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചയിലേക്കെല്ലാം തന്നെ വഴിതെളിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ഇതുവരെയും ലീഗിന്റെ ഭാഗത്തു നിന്നോ CPM-ന്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള പ്രത്യക്ഷ പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്.